ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ സ്കൂൾ തുറക്കുകയാണ്. രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ അടങ്ങുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും ഞാൻ പറയുന്നതാണ്, എന്നാലും പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നാലേ നിങ്ങൾ ഓർക്കുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ശേഷം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഇന്നെൻ്റെ സ്കൂൾ തുറക്കുകയാണ്. ഞാൻ ഇനി 8ാം ക്ലാസ്സിലോട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് 2 മാസത്തിന് ശേഷം കൂട്ടുകാരെ കാണുന്നില്ല. അപ്പോൾ ഞാൻ സ്കൂളിലോട്ട് പോവുക. ഓക്കെ, അങ്ങനെ ഇന്ന് കുക്കുവിൻ്റെ സ്കൂൾ തുറക്കുകയാണ്. കുക്കുവിൻ്റെ ഫത്തഹിൻ്റെ സ്കൂൾ തുറക്കുക. അപ്പോൾ ആദ്യം 9:30-ക്കാണ് അവൾക്ക്. ഞാൻ ഫത്തഹിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ ഞാനും പോവും. ആദ്യം അവളുടെ കൂട്ടുകാരി വന്നിട്ടുണ്ട് അവളുടെ. അപ്പോൾ അവരുടെ കൂടെ പോകാനായിട്ട് അവളങ്ങ് ഇറങ്ങിപ്പോയി. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഓക്കെടാ. അങ്ങനെ ഇനി ഫത്തായിനെ റെഡിയാക്കിക്കൊണ്ട് വരണം പെട്ടെന്ന് തന്നെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് സ്കൂളിലോട്ട് പോവാണ്. ഒത്തിരി ദിവസമായി ലീവൊക്കെ ആയിട്ട് 2 മാസത്തെ അവധിക്ക് സ്കൂൾ തുറക്കുവാണ്. സന്തോഷമാണ്. ഇന്ന് പ്രവേശനോത്സവമാണ്. 2ാം ക്ലാസ് ഫത്താഹ് 2ാം ക്ലാസ്സിലേക്കാണ്. അങ്ങനെ അവൻ്റെ സ്കൂൾ തുറക്കുക. അവൻ പോവുകയാണ്. അമ്മ വരണ്ടേടാ? ഓക്കെ, എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഞാനാണ് ഫത്താഹിനെ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങുന്നത്. കുക്കു നേരത്തെ പോയെന്നേ ഉള്ളൂ. അവളുടെയും ക്ലാസ്സിലേക്ക് കയറി പോകണം. അപ്പോൾ ശകലം താമസിച്ച് പോയി. കാക്കുവിന് ചോറൊക്കെ കൊടുത്തു വിടാനുള്ളതുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ താമസിച്ച് പോയി. കുക്കുവിന് 9:30-ക്കാണ്, മോന് 11 മണിക്കാണ്. അപ്പോൾ ഇപ്പോൾ 9:45 ആയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഞാനും പോവുകയാണ്. ഓടിപ്പോയി കുക്കുവിൻ്റെ ക്ലാസ്സിലേക്ക് കയറും. ആദ്യം 11 മണിക്ക് ഇവൻ്റെ ക്ലാസ്സിലേക്ക് പോവുള്ളൂ. മോൾ 8ാം ക്ലാസ്സിലും മോൻ 2ാം ക്ലാസ്സിലുമാണ്. അവധിക്ക് ശേഷം 2 മാസങ്ങൾക്ക് ശേഷം പിള്ളേർ പോകുമ്പോൾ ഞാനിനി ഇവിടെ തന്നെയാണ്. പക്ഷേ ഞാൻ തന്നെയാകുന്നില്ല. ഏലങ്ങളിലും പറമ്പിലും പച്ചക്കറിയിലൊക്കെ ആയിട്ട് എൻ്റെ സമയങ്ങളിൽ ഞാൻ കൊണ്ടുപോകും. മക്കളുള്ളപ്പം കുറച്ചൊക്കെ പറമ്പിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളായിരുന്നു. എന്താണെങ്കിലും അവർ പോയി പഠിച്ചിട്ടൊക്കെ വരട്ടെ. അപ്പം ഞാൻ അവരെ കൊണ്ടാക്കിയിട്ട് വരാം. ഇന്ന് ഫത്താഹിൻ്റെയും കുക്കുൻ്റെയും പ്രവേശനോത്സവം ആയതുകൊണ്ട് മക്കളുടെ ഒപ്പം തന്നെ പേരൻസ് ചെല്ലണമെന്ന് ക്ലാസ് ഗ്രൂപ്പുകളുടെയൊക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പോകും കേട്ടോ. എല്ലാ വർഷവും സ്കൂൾ തുറക്കും എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയി ഉച്ചവരെ ഇരുന്ന് അവരെയും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. എങ്കിൽ നമ്മൾ പോയിട്ട് വരാം. കുക്കു പഠിക്കുന്ന സ്കൂളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാർ മുണ്ടിയേരുമ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. ഈ സ്കൂളിലാണ് ഞാനും പഠിച്ചത്. സ്വന്തം പ്രയത്നങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാക്കിയവരാണെങ്കിൽ അവരുടെ അനുഭവകഥ ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളുള്ള നല്ല അധ്യാപകരുള്ള ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ സ്വന്തം മക്കളെ ഇവിടെ തന്നെ പഠിക്കാൻ അനുവദിക്കുന്ന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ ഇന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ നാളുകളിൽ ലോകത്തിന്റെ ഉയർന്ന നിലയിലേക്ക് കളക്ടറും എഞ്ചിനീയറും ഡോക്ടറും ഭരണാധികാരികളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെയായി ലോകത്തിന്റെ നെറുകയിലെത്തുന്നവരായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് അഡ്മിഷൻ എടുക്കുന്ന ഈ മുഴുവൻ കുട്ടികൾക്കും സുന്ദരമായ ഒരു ഭാവി നിർദ്ധാരികമായി ഉദ്ഘാടനത്തെ അലങ്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ആശംസാ പ്രസംഗങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ നടക്കുകയാണ്. കാലങ്ങളായിട്ട് തന്നെ ഈ സ്കൂളിൽ ഇത്രത്തോളം കുട്ടികൾ പഠിക്കുന്ന കേട്ടോ. ഇപ്പോഴും ആ സ്കൂളിൻ്റെ കുട്ടികളുടെ എണ്ണത്തിൽ ഒരു കുറവും ഇല്ലെന്നതാണ്. പഠിച്ചവരുടെ കുട്ടികളൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ കൂടുതലും എത്തിയിരിക്കുന്നതും ഇവിടെ പഠിക്കുന്നതും ഒക്കെ ആയിട്ട്. ഇന്ന് തന്നെ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേരെ ഇവിടെ കണ്ടു. സീനിയറും ജൂനിയറും ആയിട്ട് പഠിച്ച പിള്ളേരൊക്കെ മക്കളെ കൊണ്ട് ഇവിടെ നിൽക്കുന്നതും ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. എത്ര തിരക്കിനിടയിൽ ഞാൻ എൻ്റെ മോളെ കണ്ടുപിടിച്ച് കേട്ടോ. അതാണ്ടിരിക്കുന്നു. ആദ്യമൊക്കെ ഞാൻ വന്ന് കുറേ തപ്പി. ഇത്രയും പിള്ളേരുടെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ എന്താണെങ്കിലും കണ്ടുപിടിച്ചു. 8ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് പ്രവേശനം നേടിയെടുത്ത കുട്ടിക്കും 5ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് പ്രവേശനം നേടി വന്ന കുട്ടി പുസ്തകങ്ങൾ കൊടുത്ത് അവർ സ്വീകരിക്കുകയായിരുന്നു കുട്ടികളെ. ആശംസകളും പ്രസംഗങ്ങളും പെട്ടെന്നൊന്നും തീരുകയില്ല. കാരണം ഇത്രത്തോളം പേര് സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അവരെല്ലാം ആശംസകൾ പറഞ്ഞ ശേഷമേ പരിപാടികൾ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ ഫത്തഹിൻ്റെ സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ 11 മണിക്കാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 11 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അപ്പുറത്തെ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. പരിപാടികൾ മുഴുവൻ കഴിഞ്ഞ ശേഷമേ ഓരോ ക്ലാസ്സിലേക്കും കുട്ടികളെ കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോളോട് ക്ലാസ്സിലേക്ക് പൊയ്ക്കോ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ പോരുന്നത്.
ഗവൺമെൻറ് LP സ്കൂൾ കല്ലാറ്. ഇവിടെയാണ് ഫത്തഹ് പഠിക്കുന്നത്. ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. ഇവിടെ പ്രീ പ്രൈമറി തൊട്ട് 4ാം ക്ലാസ് വരെയാണ്. അപ്പോൾ പ്രീ പ്രൈമറിയിലെ കുട്ടികളെയൊക്കെ സ്വീകരിക്കുന്നതിനായിട്ട് അടിപൊളിയായിട്ടാണ് ഇവിടെ സ്വീകരിച്ചിട്ടേക്കുന്നത്. ഫത്തഹ് ഇനി 2ാം ക്ലാസ്സിലേക്കാണ്. എങ്കിലും 2ാം ക്ലാസ്സിലെ കുട്ടിക്കും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സ് കുട്ടികളെ സ്വീകരിക്കുന്നുണ്ട്. 2 മാസങ്ങൾക്ക് ശേഷം സ്കൂളിൽ വരാൻ ഭയങ്കര ഹാപ്പിയാണ്. എങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടെ ഹാപ്പിയായി. പ്രവേശനോത്സവത്തിനായിട്ട് ഏറ്റവും അഭിമാനം തോന്നുന്നത് എല്ലാ പേരൻസും അവരുടെ മക്കളെയും കൊണ്ട് എത്താറുണ്ട്. കുട്ടികളുടെയൊക്കെ കൂടെ അവരുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. കൂടുതലും അമ്മമാരാണ് ഈ പ്രവേശനോത്സവത്തിന് എത്തിയിരിക്കുന്നത്. എങ്കിലും അച്ഛന്മാരുടെ സാന്നിധ്യവും ഉണ്ട്. അങ്ങനെ ഫത്തഹിനും കിട്ടി കേട്ടോ കിരീടമൊക്കെ. എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും കിരീടമുണ്ട്. വ്യത്യസ്ത കിരീടങ്ങളാണെന്ന് മാത്രം. അങ്ങനെ ഇവിടെയും ആശംസാ പ്രസംഗങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തു പോകാനായിട്ട് പറ്റിയില്ല. രക്ഷിതാക്കളെ ഇരുത്തി ഒരു പരിപാടി നടത്തുവാൻ വേണ്ടി സാഹചര്യമുണ്ടായത്. സ്കൂളിന്റെ പരിപാടികളിലേക്ക് രക്ഷിതാക്കൾ കടന്നു വരുന്നു എന്നുള്ളതിന്റെ ഒരു ശുഭസൂചനയായി ഇതിനെ കാണുകയാണ്. ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നിയൊരു നിമിഷമാണ്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരനാണിത്. ഇന്നവൻ വാർഡ് മെമ്പറാണ്. നല്ലൊരു ആശംസാ പ്രസംഗമൊക്കെ ആയിട്ട് അവനും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ മോളുടെ സ്കൂളിലേക്ക് കയറിപ്പോയി അവളുടെ ക്ലാസ്സൊക്കെ കണ്ട് ക്ലാസ് ടീച്ചറെയൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. അതിനുശേഷം ഫത്തഹിൻ്റെ സ്കൂളിൽ തിരിച്ചു വന്നു. പോകുമ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് വിട്ട ഉച്ചഭക്ഷണം കഴിക്കാതെ പോകരുത്, കുട്ടിക്ക് ഉച്ചഭക്ഷണം കൊടുത്തിട്ടേ കൊണ്ടുപോകാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫത്താഹിനെ തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുചെന്ന് അവന് ഉച്ചഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അധികം വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ നിന്നില്ല കേട്ടോ. ആകെ ക്ഷീണമായിരുന്നു പോയതിൻ്റെതും. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ചെയ്ത് തീർത്തു. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉണക്കമീൻ തോരൻ വെക്കുന്നതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തതല്ല, നേരത്തെ എടുത്തിട്ടൊരു വീഡിയോ ആണ്. എനിക്ക് ഇതുവരെയും ആഡ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിൽ ഈ കൂടെ ഞാനത് ആഡ് ചെയ്യുകയാണ്. ഒരു 3-4 ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കും. 1/2 മണിക്കൂറോളം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുവാനും ആ ചെതുമ്പലൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടി വെട്ടാൻ എളുപ്പത്തിന് കൂടിയാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇപ്പോൾ അധികം ഇവിടെ പോയില്ലെങ്കിലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഉണക്കമീൻ തോരനായതുകൊണ്ട് ഉപ്പൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ബാലൻസ് ആയിക്കോളും. അങ്ങനെ ഉണക്കമീനെല്ലാം വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ തോരൻ എന്ന് പറയുന്നേക്കാൾ കൂടുതൽ മീൻ പീര എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഉണക്കമീൻ തോരൻ വെച്ചെടുക്കുവാനായിട്ട് ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കരിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കാന്താരി മുളക് ഞാനിവിടെ പഴുത്തത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും പഴുത്ത മുളകൊക്കെ ഇടുമ്പോൾ. നല്ല എരിവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മുളക് പൊടി കൂടി ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. എനിക്ക് മഞ്ഞ കളർ ഇരിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് തന്നെ പൊടി മാത്രം എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെട്ടി വൃത്തിയാക്കിയ മീൻ കൂടി അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. പച്ച തക്കാളിക്ക് അരിഞ്ഞതാണ് പുളിക്ക് വേണ്ടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ചെടുത്ത് കഴിഞ്ഞാൽ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരിഞ്ഞ് കറി വെക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടെ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ഇറങ്ങിക്കോളും. ആവശ്യമെങ്കിൽ മാത്രം അല്പം ഉപ്പിട്ട് കൊടുക്കുകയുള്ളൂ. വെളിയിൽ വിറകടുപ്പിലാണ് കേട്ടോ മീൻ തോരൻ വെച്ചെടുക്കുന്നത്. അതിന് വേണ്ടി തന്നെ അടുപ്പൊക്കെ ഇവിടെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് കൂടുതൽ എപ്പോഴും വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണങ്ങൾക്കല്ലേ. അതുകൊണ്ട് തന്നെയാണ് ചട്ടിയിലായതുകൊണ്ടും പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇവിടെ കറിയൊക്കെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം കേട്ടോ മീൻ പീര അല്ലെങ്കിൽ മീൻ തോരൻ എന്ന് പറയുന്നത്. നല്ലതുപോലെ വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ടിരുന്നാലേ ഇതിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്കൊരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്ന് കൂടും. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുകയേ ചെയ്യാവുള്ളൂ. പൊടിഞ്ഞു പോകും. ഒരുപാട് കുത്തി ഇളക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ മീൻ തോരൻ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും പുളിയൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. എല്ലാം തന്നെ കറക്റ്റായിരുന്നു. പച്ചത്തക്കാളിയുടെ പുളിയൊക്കെ ഇറങ്ങി പുളി സെറ്റായിട്ട് വന്നു. ഉപ്പും ആവശ്യത്തിന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കൂടിയും പോയില്ല കുറഞ്ഞും പോയില്ല. അങ്ങനെ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വെറുതെ പറയുമല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.